നടി ജ്യോതികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. ജ്യോതികയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാണ് പലരും പറയുന്നത്. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡിന് ഇത്തവണ അർഹതയുള്ള നടൻ ആരായിരിക്കും? തങ്കലാൻ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ മാളവിക തങ്കലാനെക്കുറിച്ചും തന്റെ കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ആവേശം കൂട്ടിയിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ആവേശത്തിന്റെ തെലുങ്ക് റീമേക്ക് ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ദൃശ്യങ്ങളുമായി ചെക്ക്മേറ്റിന്റെ ട്രെയിലർ എത്തി. നടി ജ്യോതികയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനമാണ് ഉയരുന്നത്. 2 ദിവസം മുൻപായിരുന്നു 69ാമത് ഫിലിം ഫെയർ അവാർഡുകൾ വിതരണം ചെയ്തത്. മലയാള ചിത്രമായ കാതൽ ദ കോറിലെ അഭിനയത്തിന് മികച്ച നടിയായി ജ്യോതികയെ തിരഞ്ഞെടുത്തിരുന്നു. ഈ അവാർഡ് നിശയിൽ പങ്കെടുക്കാനെത്തിയ ജ്യോതികയുടെ ഔട്ട്ഫിറ്റാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഗ്ലാമറസ് ലുക്കിൽ ഡീപ് നെക്കുള്ള ഡ്രസ്സിലാണ് ജ്യോതിക പരിപാടിക്കെത്തിയത്. ഇതിനൊപ്പം ഹെവി നെക്ക് പീസും മറ്റ് ജ്വല്ലറികളും നടി ധരിച്ചിരുന്നു. ഇതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ അവാർഡിന് ലഭിച്ച പ്രശംസയേക്കാൾ വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നു. സൂര്യ സമ്മതിച്ചിട്ടാണോ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ജ്യോതികയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം ജ്യോതികയുടെ ഫാഷൻ സെൻസിനെ പ്രശംസിക്കുന്നവരുമുണ്ട്. ഈ പ്രായത്തിലും സൗന്ദര്യവും ഫിറ്റ്നസും കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു നടി ഇല്ലെന്നാണ് ചിലർ പറയുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം ദേശീയ ചലച്ചിത്ര അവാർഡ് സംബന്ധിച്ച് ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇത്തവണയും സിനിമാ ലോകം കാത്തിരിക്കുന്ന കാറ്റഗറി മികച്ച നടനുള്ള പുരസ്കാരമാണ്. ഓരോ സിനിമാ മേഖലയിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച നടന്മാരിൽ നിന്നും ആരാകും വിജയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. ഈ അവസരത്തിൽ മികച്ച നടനാകാൻ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ മുൻപന്തിയിൽ മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടിയാണ്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം എന്നീ സിനിമകളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് എന്നും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതേസമയം മമ്മൂട്ടിക്ക് കടുത്ത മത്സരം നൽകി മറ്റൊരു നടനും മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. കന്നഡ സൂപ്പർ താരമായ ഋഷഭ് ഷെട്ടിയാണ് ആ താരം. രാജ്യമെമ്പാടും ശ്രദ്ധ പിടിച്ചുപറ്റിയ കാന്താരയിലെ പ്രകടനത്തിനാണ് ഋഷഭ് മത്സരിക്കുന്നത്. ചിത്രത്തിൽ സംവിധായകനായും തിളങ്ങിയ ഋഷഭിന്റെ കാന്താരയിലെ പ്രകടനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പക്ഷെ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയും ഋഷഭും ആണോ അതോ മറ്റേതെങ്കിലും താരമാണോ മികച്ച നടനാകുക എന്നത് കാത്തിരുന്ന് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. തങ്കലാൻ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ഓഡിയോ ലോഞ്ചിൽ പങ്കെടുത്തിരുന്നു. മാളവിക മോഹനും പാർവതി തിരുവോത്തും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ഓഡിയോ ലോഞ്ചിൽ മാളവിക തങ്കലാനെക്കുറിച്ചും തന്റെ കഥാപാത്രത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ പ്രേക്ഷകരുടെ ആവേശം കൂട്ടിയിരിക്കുകയാണ്. ആരതി എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ മാളവിക എത്തുന്നത്. കഴിഞ്ഞ ദിവസം താരത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ആരതി എന്ന കഥാപാത്രത്തിന്റെ പുതിയ ലുക്കും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മാളവികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തങ്കലാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ്. മനോഹരമായ ഒരു ടീമിനൊപ്പമായിരുന്നു എൻ്റെ തങ്കലാൻ യാത്ര. അസാധ്യ താരങ്ങൾക്കൊപ്പമുള്ള ഒരു വർഷത്തെ യാത്രയായിരുന്നു ഇത്. ആരതിയെ എനിക്ക് തന്നതിന് രഞ്ജിത്ത് സാറിനോട് നന്ദി പറയുന്നു. അല്പം ഇമോഷണൽ ആകാതെ ആരതിയെക്കുറിച്ച് പറയാനാകില്ല. ഇത്തരമൊരു കഥാപാത്രത്തെ എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതിന് നന്ദി. ഇതുപോലെ ഒരു കഥാപാത്രം ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. വിക്രം സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാനാകില്ലായിരുന്നു. തങ്കലാൻ ഒരു ടീം എഫേർട്ടാണ്. തങ്കലാൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഞാനും അതിനായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാളവിക തന്റെ സന്തോഷം അറിയിച്ചു. ഫഹദ് ഫാസിൽ, ജിത്തു മാധവൻ കൂട്ടുകെട്ടിൽ പുറത്തെത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ആവേശത്തിന്റെ തെലുങ്ക് റീമേക്ക് ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഫഹദ് ഫാസിൽ തകർത്താടിയ രംഗ എന്ന കഥാപാത്രമായി നന്ദമുരി ബാലയ്യ എത്തുമെന്നാണ് പറയുന്നത്. ഗിരീഷ് ശങ്കർ ആയിരിക്കും ചിത്രം സംവിധാനം ചെയ്യുന്നത്. റീമേക്ക് സിനിമകളിലൂടെ പ്രശസ്തനായ സംവിധായകനാണ് ഗിരീഷ് ശങ്കർ. രംഗണ്ണയായി ബാലയ്യ എത്തുമെന്ന് വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകളും ഉയർന്നു വരുന്നുണ്ട്. ഫഹദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായാണ് ആവേശത്തിലെ രംഗയെ പ്രേക്ഷകരും നിരൂപകരും കണക്കാക്കുന്നത്. ഹോളിവുഡ് സിനിമകളോട് കിടപിടിക്കുന്ന ദൃശ്യങ്ങളും ചടുലവും തീവ്രവും ആകാംക്ഷ ജനിപ്പിക്കുന്നതുമായ സംഭാഷണങ്ങളുമായി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചെക്ക്മേറ്റിന്റെ ട്രെയിലർ. ഓരോ സെക്കൻഡും ഉദ്വേഗം നിറയ്ക്കുന്ന രംഗങ്ങളുമായി എത്തിയിരിക്കുന്ന ട്രെയിലർ നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നിരിക്കുകയാണ്. നടനും തിരക്കഥാകൃത്തുമായ അനൂപ് മേനോനാണ് നായകനായി ഈ ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഗീതവും ഛായാഗ്രഹണവും സംവിധാനവും രതീഷ് ശേഖറാണ് നിർവഹിച്ചിരിക്കുന്നത്.
ഒരു മൈൻഡ് ഗെയിം ത്രില്ലറായി എത്തുന്ന സിനിമയുടെ ഭൂരിഭാഗം രംഗങ്ങളും ന്യൂയോർക്കിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എവറി മൂവ് കുഡ് ബി യുവർ ലാസ്റ്റ് എന്ന ടാഗ് ലൈനോടെയാണ് ചിത്രം എത്തുന്നത്. സ്റ്റൈലിഷ് ലുക്കിലാണ് ചിത്രത്തിൽ അനൂപ് മേനോനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിദേശത്തുള്ളൊരു ഫാർമ കമ്പനിയുടെ ഉടമയായാണ് അദ്ദേഹം ചിത്രത്തിലെത്തുന്നത്. പണം, അധികാര കുടിപ്പക, നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾ ഇവയൊക്കെ സിനിമയുടെ കഥാഗതിയിലുണ്ട്. ചെസ്സിലെ കരുക്കൾ പോലെ മാറി മറിയുന്ന മനുഷ്യ മനസ്സിലെ സങ്കീർണതകളിലൂടെയുള്ള സഞ്ചാരമാണ് സിനിമയുടെ കഥാഗതി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. സിനിമയുടേതായി പുറത്തിറങ്ങിയ ടീസറും പാട്ടുകളും അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായ ട്രെയിലറും മികച്ചൊരു സിനിമയ്ക്കായി കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഈ മാസം 8-നാണ് സിനിമയുടെ റിലീസ്.